സ്നേഹസ്വരൂപനായ നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു കർത്തൃദിവസം കൂടെ നമുക്ക് ദാനം ചെയ്ത ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിന്റെ 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ ഓർത്ത് എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് ഒരു കാരണം, അത് തൻ്റെ പ്രയത്നഫലമായി വിശ്വാസത്തിലേക്ക് വന്ന ദൈവത്തിൻ്റെ ജനം തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ അതായിരുന്നു. ഈ വാക്യം വായിച്ചപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ ഏകദേശം 750ഓളം വർഷം മുമ്പ് ആ പ്രവചന ദൃഷ്ടിയിൽ കണ്ടുകൊണ്ട് യെശയ്യാവ് പറയുന്നത് എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ഇന്ന് നിങ്ങളും ഞാനും നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ യേശു കർത്താവ് ക്രൂശിൽ മരിച്ച് നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ, ആ വലിയ പ്രവൃത്തി, ആ പ്രയത്നഫലം കണ്ട് അവൻ ഇന്ന് തൃപ്തനാവുകയാണ്. കാരണം അവൻ ചെയ്ത ആ പ്രവൃത്തിയുടെ ഫലം, അവന്റെ പ്രയത്നത്തിന്റെ ഫലം നിങ്ങളും ഞാനുമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളായി തീർന്നു, കർത്താവിനെ ആരാധിക്കുന്ന വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു വിശുദ്ധ ജനമായി തീർന്നു. അത് കണ്ട് കർത്താവ് ഇന്ന് തൃപ്തനാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ ഓർത്തിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾക്കും എനിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നിരവധി മുഖാന്തരങ്ങളുണ്ട്. നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിച്ചു, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനുള്ള ഒരു കാരണമാണ്. എന്നാൽ നിങ്ങളും ഞാനും ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ അന്യോന്യം സഹോദരവർഗത്തെ കണ്ട് ദൈവം അവരിലേക്ക് പകർന്നിരിക്കുന്ന ദൈവകൃപ കണ്ട് നാം സന്തോഷിക്കാറുണ്ടോ? ദൈവം നമ്മോട് കൂടെ കർത്താവിനെ ആരാധിക്കുന്ന വേർപെട്ട ദൈവജനം ഓരോരുത്തരെയും ഓർത്ത് നാം ദൈവത്തിന് നന്ദി പറയുവാൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അവരിൽ വ്യാപരിക്കുന്ന ദൈവകൃപ, അർഹതയില്ലാത്ത നമ്മളെ ഓരോരുത്തരെയും ദൈവം രക്ഷിച്ചത് നാം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയെ വർണ്ണിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. ഈ വേദഭാഗത്ത് 3 വിധമായ കാര്യങ്ങളെ ഓർത്താണ് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. നാം 2-ാം വാക്യത്തിൽ വായിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേല, സ്നേഹത്തിന്റെ പ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത എന്നിങ്ങനെയാണ് കാണുന്നത്. അതെ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 കാര്യങ്ങൾ എപ്പോഴും പൗലോസ് അപ്പോസ്തലൻ വളരെ വിശദമായി പറഞ്ഞിരിക്കുന്ന വിഷയമാണ്. അദ്ദേഹം പല ലേഖനങ്ങളിലും അത് വർണ്ണിക്കുന്നുണ്ട്. ഇവിടെ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ വേല, അവർ വിശ്വസിക്കുന്നവർ മാത്രമായിരുന്നില്ല, അവർ വിശ്വസിച്ചത് അവരുടെ പ്രവൃത്തിയിൽ കാണിക്കുന്നവരായിരുന്നു. തന്നെയുമല്ല, സ്നേഹത്തിന്റെ പ്രയത്നം, അവർ കർത്താവിന്റെ സ്നേഹം എന്താണെന്ന് കണ്ടറിഞ്ഞത് കൊണ്ട് ആ സ്നേഹം പ്രയത്നത്തിലൂടെ അവർ അതിനുവേണ്ടി അധ്വാനിക്കുന്നവരായി വെളിപ്പെടുത്തുകയും ചെയ്തു. പിന്നെ അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. ആ പ്രത്യാശയുടെ സ്ഥിരതയിൽ നിൽക്കുന്നവരായിരുന്നു, ആ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു അവർ. ഇതിന്റെ ഒരു വിശദീകരണം നമുക്ക് 4-6 വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. അപ്പോൾ തെസ്സലോനിക്കയിലുള്ളവരെ ദൈവം സ്നേഹിച്ചവരാണ്. അവർ പല വിധത്തിലുള്ള പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അവരെ തേടിയെത്തി. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം, അവിടെ കർത്താവ് വെളിപ്പെടുത്തിയ ദൈവ സ്നേഹം,
അത് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. അപ്പോൾ ദൈവം ഇവരെ സ്നേഹിച്ചതാണ്. പല വിധത്തിലുള്ള പശ്ചാത്തലം, ജാതീയമായ പശ്ചാത്തലം ഉണ്ടായിരുന്ന ഇവരെ ദൈവം സ്നേഹിച്ചു. ദൈവം അവരെ തിരഞ്ഞെടുത്തു. അതെ, ദൈവ സ്നേഹം അനുഭവിച്ച നാം ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തണം. അതാണ് തെസ്സലോനിക്കയിലുള്ള ദൈവജനം സ്നേഹത്തിന്റെ പ്രയത്നത്തിലൂടെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ നാം കാണുകയാണ്, ഈ തെസ്സലോനിക്കയിലെ ജനം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. നിങ്ങളും ഞാനും ദൈവത്താൽ സ്നേഹിച്ചവരാണ്. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കപ്പെട്ടവരായതുകൊണ്ടാണ് നിങ്ങളും ഞാനും ഇന്ന് ആ സ്നേഹം വെളിപ്പെടുത്തേണ്ടത്. ദൈവം സ്നേഹിച്ച ദൈവത്തിന്റെ ജനമാണ് നാം. പുത്രനിലൂടെ തന്റെ സ്നേഹം നമ്മളോട് ദൈവം വെളിപ്പെടുത്തി. നാം എത്ര നന്ദിയുള്ളവരായിരിക്കണം. അതുകൊണ്ട് അവർ ആ സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു വിധം കൂടെ നാം കാണുന്നുണ്ട്. 6-ാം വാക്യത്തിൽ, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അപ്പോൾ ദൈവവചനം സന്തോഷത്തോടെ കൈക്കൊണ്ട് അതനുസരിച്ച് മാതൃകയായി തീരുന്ന ഒരു സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം നാം വെളിപ്പെടുത്തേണ്ടത് അവന്റെ വചനം സ്വീകരിക്കുന്നതിലൂടെ, അവന്റെ വചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ അംഗീകരിക്കുന്നതിലൂടെ, അവരെ സ്നേഹിക്കുന്നതിലൂടെയാണ്. ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചവർ, ക്രൂശിലെ സ്നേഹം ദർശിച്ചവർ ജീവിതത്തിൽ ആ സ്നേഹം വെളിപ്പെടുത്തും. രണ്ടാമതായിട്ട് നാം അവരുടെ സ്നേഹത്തിന്റെ പ്രയത്നം അത് എങ്ങനെയാണ് എന്ന് വിശദമായിട്ട് കാണുകയാണ്. അത് വീണ്ടും നമുക്ക് 8-ഉം 10-ഉം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയും. അവിടെ 8-ാം വാക്യം അതിങ്ങനെയാണ്, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്ന് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർ അവരുടെ ആ സ്നേഹം അവരുടെ വിശ്വാസത്താൽ പ്രകടമാക്കുന്നവരായിരിക്കും. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ സ്നേഹം വെളിപ്പെടുത്തുന്നവരാണ്. അതുപോലെ തന്നെ വിശ്വാസം വെളിപ്പെടുത്തുന്നവരാണ്. നമ്മുടെ വായിക്കുന്നത്, ലോകമെമ്പാടും അവരുടെ വിശ്വാസം പ്രസിദ്ധമായി. എങ്ങനെയാണ്? വചനം, കർത്താവിന്റെ വചനം എല്ലാ ഇടങ്ങളിലേക്കും മുഴങ്ങിച്ചെന്നു. അതിന്റെ അർത്ഥം തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ അവർ കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ട് അവരുടെ വിശ്വാസം പ്രസിദ്ധമാക്കി. അവർ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. അത് ലോകത്തിന്റെ അനേക ഭാഗങ്ങളിലേക്ക് മുഴങ്ങി ചെല്ലുവാനായിട്ടിടയായി തീർന്നു. നിങ്ങളുടെയും എന്റെയും വിശ്വാസം അത് നാം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തണം. നാം ദൈവത്തിന്റെ വചനത്തെ സ്നേഹത്തോടെ കൈക്കൊള്ളുക മാത്രമല്ല, ആ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട്, അനേക ഇടങ്ങളിൽ കൊണ്ടെത്തിക്കുവാനായിട്ട് അത് പ്രസംഗിക്കുന്നവരായിട്ടും തീരണം. അപ്പോൾ വചനം നമ്മിൽ നിന്ന് മുഴങ്ങി ചെല്ലുമ്പോൾ കർത്താവിന്റെ വചനം അനേകർ കേൾക്കുവാനും നമ്മുടെ വിശ്വാസം പ്രസിദ്ധമാകുവാനും ഇടയായിത്തീരും. വിശ്വാസത്തെ പ്രസിദ്ധമാക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ വെളിപ്പെടുത്തലാണ്. അതുകൊണ്ട് അവരുടെ വിശ്വാസം അവർ പ്രവൃത്തിയിൽ കാണിച്ചു, വിശ്വാസത്തിന്റെ വേല വെളിപ്പെടുത്തി, സ്നേഹം പ്രയത്നത്തിൽ വെളിപ്പെടുത്തുന്നതായിട്ടും നാം കാണുന്നു. ആ സ്നേഹം അവർ വെളിപ്പെടുത്തിയപ്പോൾ അവരുടെ വിശ്വാസം എങ്ങനെയായിരുന്നു എന്ന് 9-ാം വാക്യത്തിൽ നാം കാണുന്നു. ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച തന്റെ പുത്രന് വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവരുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. അപ്പോൾ അവരുടെ വിശ്വാസം അവർ വെളിപ്പെടുത്തിയത് അവർ വിഗ്രഹങ്ങളെ വിട്ട് സത്യ ദൈവത്തിങ്കലേക്ക് തിരിയുന്നതിലൂടെ ആയിരുന്നു. വിശ്വാസം വെളിപ്പെടുത്തിയത് വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് തിരിയുന്നതിലൂടെയും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിലൂടെയും അതെല്ലായിടത്തും പ്രസിദ്ധമാക്കുന്നതിലൂടെയും കൂടെ ആയിരുന്നു. നാം വിശ്വാസം വെളിപ്പെടുത്തുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രത്യാശയുടെ സ്ഥിരത എങ്ങനെയായിരുന്നു എന്നാണ്. അത് 10-ാം വാക്യത്തിൽ കാണുകയാണ്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാൻ അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നു. ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ വിട്ട്, അസത്യത്തിന്റെ പിന്നാലെ പോകാതെ,
അവർ സത്യദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വന്ന ആ വലിയ കാര്യം, അവർ ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനായിട്ട് വിശ്വാസത്താൽ ദൈവത്തോടുള്ള സ്നേഹത്താൽ ദൈവത്തിങ്കലേക്ക് വന്ന കാര്യം, എന്നിട്ട് അവരിന്നും പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. എന്താണ്? വരുവാനുള്ള കോപത്തിൽ നമ്മളെ വിടുവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്നു. അവർക്ക് ബഹു കഷ്ടമുണ്ട്, പ്രതികൂലമുണ്ട്, പ്രശ്നമുണ്ട്, അപ്പോഴും കാത്തിരിക്കുകയാണ് കർത്താവിന്റെ വരവിന് വേണ്ടി. അതെ, നാം വിശ്വാസത്തിന്റെ വേല ചെയ്യുന്നവരും സ്നേഹത്തിന്റെ പ്രയത്നം വെളിപ്പെടുത്തുന്നവരും പ്രത്യാശയുടെ സ്ഥിരതയിൽ ഉറച്ചു നിന്ന് നാം നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ, നമ്മുടെ കർത്താവ് ഈ കഷ്ടം നിറഞ്ഞ ലോകത്തിൽ നിന്ന് നമ്മെ തന്റെ സന്നിധിയിൽ ചേർക്കുമെന്നുള്ള പ്രത്യാശയോടെ തുടരുവാൻ നമുക്കിടയാക്കട്ടെ. അതാണ് നിങ്ങളും ഞാനും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഓർക്കുവാനുള്ളത്. പൗലോസിന് അത് ഓർത്ത് ദൈവത്തിന് നിരവധി സ്തോത്രം ചെയ്യുവാനുണ്ട്. എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമുക്ക് തന്ന വിശ്വാസം, സ്നേഹം, പ്രത്യാശ, അത് ദൈവത്തിന്റെ സമ്മാനമാണ്. നമുക്കതിൽ ഉറച്ചു നിൽക്കാം, അതിൽ തുടരാം. ദൈവം സമ്മാനമായി തന്ന വിശ്വാസം മുറുകെ പിടിച്ച് സ്നേഹത്തിൽ വർദ്ധിച്ചു വന്ന് പ്രത്യാശയിൽ സ്ഥിരതയോടെ നിന്ന് നമ്മുടെ കർത്താവ് നമ്മെ വിടുവിക്കുവാനായി, വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കുവാനായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാത്തിരിക്കാം. അതുവരെയും നമ്മളിലേക്ക് പകർന്നു തന്ന ഈ ദൈവസ്നേഹത്തിനും വിശ്വാസത്തിനും ആ പ്രത്യാശയ്ക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്ക് സ്തോത്രം ചെയ്യാം. സ്നേഹവാനായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളിലേക്ക് പകർന്നു തന്ന ദൈവ സ്നേഹത്തിനായി, ഞങ്ങൾക്ക് നൽകി തന്ന വിശ്വാസത്തിനായി, ഞങ്ങൾ ഇന്ന് കർത്താവിനുള്ള പ്രത്യാശയ്ക്കായിട്ട് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രത്യാശയോടുകൂടെ ഞങ്ങളുടെ കർത്താവിന്റെ വരവുവരെയും അങ്ങേ സ്നേഹിച്ച് സേവിച്ച് ജീവിപ്പാൻ ഞങ്ങളിൽ പകരുന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്നും ഞങ്ങൾ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിതാവേ, ഞങ്ങൾ സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.